നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രധാനല്ല പ്രധാനം. യുവാക്കളുടെ രോഷം ആളിക്കത്തിയപ്പോൾ ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാനെ കൈവിടാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായി. ഇത് യുവശക്തിയുടെ വിജയം. തെരുവിൽ പോരാടിയ യുവാക്കൾ നിരന്തരം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി നേടിയെടുത്ത വിജയം. കത്തിനിന്ന പ്രതിഷേധവും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ചോദ്യങ്ങളും ആഴ്ചകളോളം അവഗണിച്ച സർക്കാർ ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയത് എല്ലാ പ്രതിരോധവും തകരുമെന്ന ഘട്ടത്തിൽ. ഇതോടെ എല്ലാം അവസാനിച്ചോ? ഒരു മന്ത്രിയെ ബലി കഴിച്ചാൽ പരീക്ഷാ തട്ടിപ്പിന്റെ മുറിവ് മായുമോ? 12 വർഷമായി മോദി സർക്കാരിനെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്തിയ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും സൃഷ്ടിക്കാനാകാത്ത സമ്മർദ്ദം ഒടുവിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും സൃഷ്ടിച്ചു. പാർലമെന്റിൽ മുഴങ്ങിയ പ്രതിപക്ഷ ശബ്ദത്തേക്കാൾ തെരുവിലുയർന്ന യുവാക്കളുടെ മുദ്രാവാക്യങ്ങൾക്കായിരുന്നു കൂടുതൽ രാഷ്ട്രീയ പ്രഭാവം. ഇപ്പോൾ വിജയത്തിന്റെ പതാക ഉയർത്താൻ പ്രതിപക്ഷം മത്സരിക്കുമ്പോൾ ആ വിജയത്തിന്റെ യഥാർത്ഥ അവകാശികൾ സ്വന്തം ഭാവിക്കായി പോരാടിയ ലക്ഷക്കണക്കിന് യുവാക്കൾ. ഇനി മുതൽ സംഘടിത പ്രക്ഷോഭങ്ങൾ കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയാകുമോ? ഇത് വരും നാളുകളിലേക്കുള്ള മുന്നറിയിപ്പാണോ? ജനരോഷത്തെ അവഗണിച്ചാൽ ഏത് സർക്കാരിനും രാഷ്ട്രീയ വില നൽകേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലാണോ പാറ്റ പാർട്ടിയുടെ ഈ വിജയം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മുപ്പത്തിയാറ് ദിവസത്തെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. ഇന്ന് അടുത്ത ഘട്ട ചർച്ച കേന്ദ്രവുമായി നടത്താനിരിക്കുകയായിരുന്നു. അതിനു മുൻപായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജി നൽകിയത്. ഇതോടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഐതിഹാസിക വിജയമായി ഇത് വിലയിരുത്താവുന്നതാണ്. അതേസമയത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികളും കോക്രോച്ച് പാർട്ടിക്ക് പിന്തുണയുമായി എത്തിയത് ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റുകയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ മത്സരിച്ചാലും ഈ സമരത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റുന്നത് CJPക്ക് തന്നെയാണ്. ഇത് കേന്ദ്ര സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പാണോ? ശ്രീ GV ഹരി, ശ്രീ പ്രശാന്ത് ശിവൻ, ശ്രീ ഷാബു പ്രസാദ്, സിബി സത്യൻ, രാഹുൽ ഈശ്വർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ പ്രശാന്ത് ശിവൻ, ഇതിപ്പോൾ 36 ദിവസം സമരമുണ്ടായിരുന്നു. അതിനു മുൻപും ഈ ആവശ്യങ്ങൾ ഉയർന്നതാണ്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചത് കുറച്ച് നീണ്ടുപോയി എന്ന് തന്നെ കാണേണ്ടി വരും, അല്ലേ? ഇതിനകത്ത് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ നയം വ്യക്തമായിരുന്നു. തുടക്കം മുതൽ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്നും വിദ്യാർത്ഥികളോടൊപ്പമാണ് എന്നുള്ളത്. ഇതിനു മുൻപ് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ UPA സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് അന്ന് ഈ രാജ്യത്തിനകത്ത് ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ചകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ധാർമ്മികമായിട്ട് പോലും ഒരു മന്ത്രിയും ഇതുവരെയായി രാജിവെച്ചിട്ടില്ല. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയ് മാസം 3-ാം തീയതി നീറ്റ് പരീക്ഷ നടന്നു, അതിന്റെ ചോദ്യപേപ്പർ ചോർന്നു എന്നറിഞ്ഞ് മെയ് മാസം 7-ാം തീയതി മുതൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മെയ് മാസം 7-ാം തീയതി ഇതിലെ ക്രമക്കേടുകളെ കുറിച്ച് NTA അറിവ് ലഭിച്ചതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ അടുത്ത പരീക്ഷ എക്സാം കൃത്യമായി നടത്തി ആ വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ഒരുക്കി തുടർച്ചയായ ഇടപെടലുകളിലൂടെ CBI അന്വേഷണം നടത്തി 13 പേരെ ജയിലിലേക്ക് അയച്ചുകൊണ്ട് ഇതിന്റെ പുറകിൽ കുറ്റക്കാരാണ്, തെറ്റുകാരാണ് എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മാത്രം മതി. ഇത് യുവാക്കൾക്ക് ബോധ്യമായിരുന്നില്ല, അവർക്കത് മതിയായിരുന്നില്ല. കാരണം അവരുടെ ഭാവി പന്താടുന്ന ഒന്നായിരുന്നു അത്. ചില സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചില നടപടികളിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ട് എന്ന ശബ്ദം ഉയർന്നത്. അപ്പോൾ അതിനെ ഇത് ഓൺലൈനിലെ ഒരു അരാഷ്ട്രീയവാദികളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. പക്ഷേ അതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ ഇപ്പോൾ ശ്രീ പ്രശാന്ത് ശിവൻ? പല ആരോപണങ്ങളും ഇവർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇവർ വിദേശ ഫണ്ട് കൈപ്പറ്റുന്നവരാണ്, രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഫണ്ടുകൾ ഇവർക്കായിട്ട് വരുന്നു, ഇവർ ജനാധിപത്യം അട്ടിമറിക്കാൻ ഇറങ്ങിയവരാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ അവരാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ പ്രശാന്ത്? ഇവിടെ ഇതേ വിഷയത്തിനകത്ത് ഒരേ കാര്യത്തില് 3 വിഷയം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഇവിടെ 3 വിദ്യാഭ്യാസ മന്ത്രികളെ മാത്രം നോക്കുക. പഞ്ചാബിലെ ഹർജോത് സിംഗ്, കർണാടകയിലെ മധു ബംഗാരപ്പ, ധർമ്മേന്ദ്ര പ്രധാൻ, ഈ 3 വിഷയം നിങ്ങൾ എടുത്തു. ഈ കഴിഞ്ഞ ദിവസം
CJPയുടെ നേതാവ് അഭിജിത് ദീപ്കയോട് പഞ്ചാബിലെ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച സമയത്ത് അതുമായി യാതൊരുവിധ തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയതില്ല. ഇവിടെ ഇതിനകത്ത് ഈ വിഷയത്തില് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് 13 പേരെ CBI അന്വേഷണം നടത്തി ജയിലിലേക്ക് അയച്ചു. അതേ സമയത്ത് ഇതിന്റെ ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് അറിഞ്ഞ സമയത്ത് അതിനകത്ത് രാഷ്ട്രീയം കളിക്കാതെ അതിനകത്ത് CBI അന്വേഷണം നടത്തി അതിലെ 13 പ്രതികളെ ജയിലിലേക്ക് അയച്ച് ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച സമയത്ത് ഇതേ വിഷയമുണ്ടായ പഞ്ചാബിലെ ഒരു രാജിയെങ്കിലും ഇതുവരെയായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ ഉയർന്നിട്ടുണ്ടോ? പഞ്ചാബ് ഒരു രാജ്യ ആവശ്യം പോലും ഉയർന്നിട്ടില്ല. കർണാടകയിലെ ഒരു രാജ്യ ആവശ്യം പോലും ഉയർന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബംഗാരപ്പ, ഹർജോത് സിംഗ് ഈ 2 പേരുടെ കാര്യത്തിലും മൗനം അവലംബിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടി മുറകൾ കൂട്ടി. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്തത് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി 13 പ്രതികളെ ജയിലിൽ അയക്കുകയും അതിനകത്ത് കുട്ടികൾക്ക് റീ എക്സാം നടത്തി കേവലം ഒരു രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തിനെ നേരിടുന്നതിലുപരി 20 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ പരീക്ഷ സുഗമമായി എഴുതുന്നതിനുള്ള സംവിധാനമൊരുക്കി. യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യപേപ്പറിന്റെ മോഷണമാണ് നടന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി താങ്കൾ പറയുന്ന കേന്ദ്ര സർക്കാർ നടപടി എടുത്തിരുന്നു, പക്ഷേ അതിൽ അവർ തൃപ്തരായില്ല. കേന്ദ്രത്തിനെതിരെ അവർ സമരം നടത്തി. പഞ്ചാബിലും കർണാടകത്തിലും ഒന്നും ഇങ്ങനെ സമരം നടത്താൻ തയ്യാറായില്ല എന്നാണ്. ശ്രീ GV ഹരി, ഇത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയമാണ്. അവരാണ് ഈ സമരം സംഘടിപ്പിച്ചത്, അവരാണ് ആളെ കൂട്ടിയത് ഓൺലൈനിലൂടെ. അവർക്ക് പിന്തുണയുമായാണ് 10,000-കണക്കിന് യുവാക്കൾ ജന്തർ മന്ദറിലേക്ക് എത്തിയത്. പക്ഷേ ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഞങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ടും അവകാശപ്പെടുമല്ലോ. കാരണം അവിടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി MPമാരെയും കൂട്ടി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പോയി കുത്തിയിരുന്നു. അത് കോൺഗ്രസ് ആദ്യമായി ആ സമരത്തിലേക്ക് വരുന്നതാണ് കണ്ടത്. ജന്തർ മന്ദറിലേക്ക് പോയില്ല. CPM ഇടതു പാർട്ടികളാകട്ടെ അവർ ജന്തർ മന്ദറിലേക്കും പോയി അവിടെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷെ അതൊക്കെ വൈകിയായിരുന്നു. ഇവരെ അസംഘടിത അരാഷ്ട്രീയ കൂട്ടായ്മ എന്നായിരുന്നു നിങ്ങളൊക്കെ ആദ്യം വിശേഷിപ്പിച്ചിരുന്നത്. BJP ആണ് സ്പോൺസർ ചെയ്യുന്നതെന്ന് പോലും കോൺഗ്രസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ വിജയമല്ല, ഇതാ യുവാക്കളുടെ വിജയമാണ്. നമുക്ക് രാജ്യത്തെ ചെറുപ്പക്കാരുടെ വിജയത്തെ ഞങ്ങൾ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അത്തരത്തിലൊരു അവകാശവാദത്തിലേക്ക് പോയിട്ടില്ല. മറിച്ച് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് അതിനകത്തൊരു തടസ്സം അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു തടസ്സമുണ്ട് എന്ന് തോന്നൽ വന്നപ്പോഴാണ് അതിൽ ശരികളുണ്ട്, അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഈ കാര്യത്തിൽ അങ്ങേയറ്റം ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുക എന്ന് പറയുന്നത് അത് എത്ര വലിയ കുറ്റമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അവിടെ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് മറ്റ് ആളുകളെ ഒന്നും കടത്തിവിടാത്തൊരു പ്രദേശത്തേക്ക് നമ്മൾ പോയതിൻ്റെ കാരണം ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ശരിയാണെന്ന ഉത്തമ ബോധ്യം ഉണ്ടായതും അവരുടെ സമരത്തെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അവരൊരു CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് അവരൊരു സമരവുമായി പോകുമ്പോൾ അതിനകത്ത് പോയി ചെന്ന് ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതിന് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2018 ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു എക്സിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കാം അത്. അപ്പം ഞങ്ങൾ ഈ വിഷയം വന്നതിന് ശേഷം അല്ലെങ്കിൽ CJP ഈ വിഷയത്തെ വളരെ ശക്തമായി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സമീപനം താങ്കൾക്ക് അറിയാവുന്നതുപോലെ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഞങ്ങളൊരു ജനാധിപത്യപരമായ പ്രതിഫലനവും ഉണ്ടായില്ല കേട്ടോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് പ്രതിഫലനം ഇത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു അത് പറയാൻ പാടില്ല. നമുക്ക് പ്രതിഫലനം ഉണ്ടായത് ഈ പറഞ്ഞ പോലെ രാജ്യത്തെ ചെറുപ്പക്കാരെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അത് ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പാണ് ഒന്നാമത്, രണ്ടാമത് പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ള മുന്നറിയിപ്പാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അതായത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും ആവശ്യമില്ല, ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് രാഷ്ട്രീയ പാർട്ടി പോലും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യം രാജ്യത്ത് ഇല്ല എന്ന് ഈ സമരം തെളിയിക്കുന്നുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ തന്നെ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്നറിയാമോ, ഇതിനകത്തൊരു പ്രശ്നം എന്നറിയാം. ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടി അടക്കം ഇടപെട്ടു കഴിഞ്ഞപ്പോഴാണ് അത് രാഷ്ട്രീയമായ ഒരു വിഷയമായിട്ട് ഉയർത്തി അല്ലെങ്കിൽ വരുന്നുണ്ട്, അത് ഞങ്ങൾക്കെതിരായി മാറും എന്നൊരു തോന്നൽ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനെ അടിച്ചമർത്താനുള്ള അവരുടെ ശ്രമങ്ങൾ അവർ ആരംഭിച്ചിരുന്നു. എത്ര കമ്പനി പോലീസാണ് പല സ്ഥലങ്ങളിൽ നിന്നും അവർ അവകാശവാദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവകാശവാദമല്ല, ഞങ്ങളതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. മഞ്ജുഷ, ഇതിനകത്ത് 10 വെസ്റ്റ് ബംഗാളിൽ കിടന്നിട്ടുള്ള പോലീസിനെ അടക്കം ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഈ സമരത്തെ അടിച്ചമർത്തുന്നു എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക്, ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അവരുടെ വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സംശയമില്ല. ഞാൻ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഞാൻ പറയുകയാണ്. ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പറയാറില്ല എപ്പോഴും കേരളത്തിലെ ആളുകൾ പരസ്പരം മത്സരമുണ്ട്. ഉദാഹരണത്തിന് CPM-ന് ഇന്നത്തെ MA ബേബിയുടെ പ്രതികരണം വന്നത് ജന്തർ മന്ദറിലേക്ക് പോയിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് പാർട്ടിയോ അതോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധിയോ താങ്കൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങളാരും ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു പ്രതിസന്ധി ഈ ചെറുപ്പക്കാർ, ഞാൻ CJP എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ, അവർ രൂപീകരിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് അവർ കൊടുത്ത പേരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ആ കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ ഞങ്ങളതിനെ കാണുന്നത് രാജ്യത്തെ ചെറുപ്പക്കാരാണ്. ആ രാജ്യത്തെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് അവർ പോകുന്നതെന്നും അവരുടെ ഈ സമരത്തെ ഈ സർക്കാർ അടിച്ചമർത്താൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ അതേസമയം തന്നെ ആശങ്കയുമുണ്ട്. തീർച്ചയായിട്ടും ആശങ്ക എന്ന് പറയുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ടല്ല. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചില കാര്യങ്ങളിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സമരത്തിന് നിയന്ത്രിക്കാൻ ആളുണ്ടാവും. ഇവിടെയൊക്കെ ചില സമയങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ പക്ഷേ അവരത് ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു. അത് നന്നായിട്ട് തന്നെ ആ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു എന്നുള്ള വിലയിരുത്തലാണ്. ഒരു കാര്യം കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, കർണാടകത്തിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഒന്നും ഈ ആവശ്യം കാണുന്നില്ല എന്ന്. നോക്കൂ, ഇതിനകത്ത് അത് ഉന്നയിക്കാൻ കഴിയണ്ടേ? ഉന്നയിക്കണമല്ലോ. ആളുകൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കട്ടെന്നേ. അത്തരത്തിലുള്ള ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ PSC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് BJP, എവിടെയാണ് CPM? ഇവിടെ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ സമരം നടത്തുന്ന സാഹചര്യമാണ്. യൂത്ത് കോൺഗ്രസ് അടക്കം കഴിഞ്ഞ ദിവസങ്ങൾ സമരം നടത്തി. അതോടൊപ്പം തന്നെ സർക്കാർ അതിന് ശക്തമായിട്ടുള്ള അന്വേഷണ കമ്മീഷനുകൾ, വിജിലൻസ് അടക്കമുള്ള കാര്യങ്ങൾ. യുവമോർച്ച സമരരംഗത്ത് ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ആയിട്ട് അവിടെ ഇവരുടെ സമരം ഒക്കെ അവർ ഈ പറഞ്ഞല്ലോ പ്രഹസന സമരമായിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് അവർക്ക് സമരം നടത്തിക്കൂടെ? ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴാണോ? കഴിഞ്ഞ 10 വർഷക്കാലം അവരോടെ പോയിരുന്നു. BJP എവിടെ പോയിരുന്നു? BJPയുടെ നേതാക്കന്മാരെയൊന്നും ഞാൻ സമരരംഗത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ PSC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനകത്ത് ഞാൻ പറയുന്നത് ശക്തമായിട്ട് യുവമോർച്ച അതിശക്തമായിട്ട് ആ കാര്യത്തിൽ ഇടപെടണമെന്നേ. അതിന് നിരാഹാര സമരമടക്കമുള്ള രാവിലെ വന്ന് ക്ലിഫ് ഹൗസിനകത്ത് അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ വന്ന് വെള്ളം വെച്ചിട്ട് പോകുമല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾ PSC-യുടെ മുമ്പിൽ നിന്ന് അവിടെ നിരന്തരമായൊരു സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നേ. അതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഗവൺമെന്റ് അല്ല, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഷാബു പ്രസാദ്, അസംഘടിതരും അതുപോലെ അല്ല, ഈ ഓൺലൈനിലെ ഒരു സംഘടിത കൂട്ടായ്മ എന്ന രീതിയിൽ മാത്രം കണ്ടിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അവർ ഓൺലൈനിൽ വലിയ വളർച്ചയായിരുന്നു ആദ്യ സമയങ്ങളിൽ, മെയ് മാസത്തിൽ നടത്തിയത്. പിന്നീട് അവർ തെരുവിലേക്ക് വരുന്നു, തെരുവിൽ നിന്ന് ശക്തി ആർജിക്കുന്നു, കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചിരിക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണോ ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ ആദ്യം എതിർ നിലപാട് സ്വീകരിച്ചാൽ അവസാനം കീഴടങ്ങേണ്ടി വരുമെന്ന്? ഇല്ല, ഈ പരീക്ഷാ നടത്തിപ്പുമായിട്ട്, നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ക്രമക്കേടുകൾ, ഈ ചോദ്യപേപ്പർ ചോർച്ച, ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? അതിന് പകരം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയല്ലേ ചെയ്തത് ആദ്യം തന്നെ, തുടക്കത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂവിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരിക്കലും ഒഴിഞ്ഞു മാറിയിട്ടില്ല, സർക്കാർ ഒരിക്കലും ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇനി വേറൊരു കാര്യം, ഇപ്പം ഇവിടെ മഞ്ജുഷ ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത് കുറച്ച് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളത്. നോക്കൂ, ഇത് ഒരു പ്രശ്നമുണ്ടായി, അന്നേരം രാജിവെച്ചൊഴിയുക എന്നുള്ളതല്ല, ആ പ്രശ്നമുണ്ടായി അതിന് പരിഹാരം കാണുക എന്നുള്ളതും കൂടെ ഒരു വലിയ ഫാക്ടറല്ലേ. അവിടെ അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണം നടത്തി, കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തു, ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു, ആ പരീക്ഷ വീണ്ടും നടത്തുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ.
ഈ ഉത്തരവാദിത്വങ്ങളും മുഴുവൻ, അതായത് ഒരു മന്ത്രി, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ആ വകുപ്പിലുണ്ടായ ഒരു വലിയ പ്രശ്നം, അത് സംസ്ഥാന തലത്തിലാണ് കേട്ടോ ഈ ചോർച്ചയുണ്ടാവും. ഒന്ന് ജാർഖണ്ഡിലും ഒന്ന് മഹാരാഷ്ട്രയിലും ഒരു ഏറ്റവും താഴ്ന്ന ലെവലിൽ നടന്ന ഒരു ക്രൈമാണ്, ഒരു മോഷണമാണത്. എങ്കിലും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, അതിന്റെ വകുപ്പ് മന്ത്രിക്കുമുണ്ട്. പക്ഷെ ആ വകുപ്പ് മന്ത്രി രാജിവെക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമായത്, ശ്രീ ഷാബു പ്രസാദ്. അല്ല, അത് രാജിവെക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഈ സംഭവം ഒരു കാര്യമുണ്ട്, ഒരു പ്രശ്നമുണ്ടായി, അതിന്റെ അടുത്ത പ്രയോറിറ്റി എന്താണ് മഞ്ജുഷേ? ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് മന്ത്രി ആസ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള പ്രശ്ന പരിഹാരം തന്നെ വേണമെന്ന് എന്താണ് നിർബന്ധം? തീർച്ചയായിട്ടും വേണം. അത് ആരിരിക്കുന്ന സ്ഥാനത്താണോ, ആരിരിക്കുമ്പോഴാണോ അതുണ്ടായത്, അവർ തന്നെ അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ധാർമ്മികത. അവർ തന്നെ, ഇപ്പൊ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കാണണം. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പിലുള്ള ആ വീഴ്ചയ്ക്ക് അദ്ദേഹം തന്നെ അതിന് പരിഹാരം കാണും. അതിന് മുന്നിട്ടിറങ്ങി അതിന് പരിഹാരം കണ്ട് അടുത്ത വർഷം മുതലുള്ള പരീക്ഷയുടെ മുഴുവൻ സ്ട്രക്ചറും മാറ്റി ആ ഉത്തരവാദിത്വം പൂർണ്ണമാക്കിയതിന് ശേഷം ഇനി എന്നെ കൊണ്ടൊരു ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം എടുത്തില്ലല്ലോ. ഈ പ്രശ്ന പരിഹാരമൊക്കെ നടന്നു കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു നിലപാട് എടുത്തില്ല. പിന്നെ ഈ യുവരോഷം വേണ്ടി വന്നു രാജിവെക്കാൻ. 3 തവണ എന്തോ കേന്ദ്രവുമായിട്ടുള്ള ചർച്ച യുവാക്കൾ നടത്തി കഴിഞ്ഞിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് അവിടെ ആക്ഷൻ എടുക്കുകയാണ് ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റ് അവിടെ അവർ തിരക്കിലായിരുന്നു, അവർ ഇതിന്റെ ആക്ഷനിലായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഈ പരീക്ഷ വീണ്ടും നടത്തുക, ഈ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുക, ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, കുറ്റമറ്റ രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയാണ് ഇതെല്ലാം കുറ്റമറ്റ രീതിയിലാണ് നടത്തിയതെങ്കിൽ പിന്നെ പ്രധാന രാജിയുടെ ആവശ്യമില്ലായിരുന്നുവല്ലോ. പക്ഷേ ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുകയല്ലേ? അല്ല, അദ്ദേഹം ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്തല്ലോ. ഇത് ഇല്ല അങ്ങനെയൊന്നുമില്ല. സ്വന്തം വീഴ്ചയാന്ന് ആര് ഏറ്റെടുത്തു? അല്ല, സ്വന്തം വീഴ്ചയല്ല, ധാർമ്മികത ഏറ്റെടുത്തിട്ടില്ല. അതിപ്പോൾ രാജി സമയത്തല്ലേ? അല്ല, യുവാക്കളെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അത് ഈ യുവാക്കളുടെ സമരം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ശ്രീ ഷാബു. അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലായിരുന്നു. ഒരു സംശയവും അക്കാര്യത്തില്ല. ഇനി പാർലമെന്റിൽ കുറെ ബഹളം കൂട്ടും പ്രതിപക്ഷ പാർട്ടികൾ, പക്ഷേ എങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലായിരുന്നു. മഞ്ജുഷ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ആദ്യം തുടക്കത്തിൽ തന്നെ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ രാജിയിലേക്ക് ഉണ്ട്, ഈ സമരമുണ്ടായി. തീർച്ചയായിട്ടും ആ സമരത്തിന്റെ ഇമ്പാക്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സമരമുണ്ടായി. ആ സമരം വളരെ ഇത് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ ആ സമരത്തിലേക്ക്, ഈ സമരത്തിന്റെ നേതാക്കൾ തന്നെ പറഞ്ഞു, പലപ്പോഴും ഇതിൻ്റെ അകത്ത് ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ള സംശയം. ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നിഹാങ്കുകൾ വന്ന് ഇവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറുകയാണ്. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്വാതന്ത്ര്യദിനം വരികയാണ്, പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്, പാർലമെന്റിൽ ഒരുപാട് സുപ്രധാനമായ ബില്ലുകൾ അവതരിപ്പിക്കാനുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ രാജിവെച്ചാൽ അത് തീരും എന്നുണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഞാൻ എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നത് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ആണ് ഞാൻ ഇനി എന്നെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ രാജിവെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ് മാറുമെന്നുണ്ടെങ്കിൽ തീരട്ടെ, പിടിച്ചോ രാജി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രീ സിബി സത്യൻ, ഇത് തന്ത്രപരമായ ഒരു നീക്കമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ, അതോ ഒരു കീഴടങ്ങലാണോ? മഞ്ജുഷ, ഇതിന്റെ ഒരു തലക്കെട്ട് എങ്ങനെ വേണമെന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാൻ. അതായത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കാനുള്ള പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും ശ്രമങ്ങൾ വിജയം കണ്ടു എന്ന് പറയുന്ന ഒരു പൂവിനിൽ ഇന്ത്യൻ സർക്കാർ മുട്ടുമടക്കി എന്ന മറ്റൊരു ഹെഡ്ലൈൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇവരെ പോലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ ഇത്രയും ദിവസം ഈ സമരം മൊത്തം വിദേശ പണം കൊണ്ട് നടത്തുന്നതാണ് എന്ന് ആരോപിക്കുകയും രാജ്യദ്രോഹികളെന്ന് ഈ സമരക്കാരെ വിളിക്കുകയും ചെയ്തവരാണിവർ.
ഇപ്പൊ ഇവര് വന്നിരുന്നത് പറയുന്നത്, അതായത് രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, രാജ്യത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്നുണ്ട്, പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ട്, അപ്പൊ ഇതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ, അതുപോലെ തന്നെ സമരം ചിലപ്പോൾ അക്രമാസക്തമാകാനായിട്ട് ആൾക്കാർ, അതുകൊണ്ട് സമരത്തിന്റെ ആ സാങ്ക്ടിറ്റി സംരക്ഷിക്കുന്നതിനായിട്ട് ഞാൻ രാജിവെച്ചൊഴിയുകയാണ് എന്ന് പറഞ്ഞ ഒരു മഹാനാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊക്കെയാണ് ഇവരിപ്പോ പറയുന്നത്. സത്യത്തിൽ ലജ്ജയില്ലേ ഇവർക്ക്? ഇതൊരു ഐതിഹാസിക സമരമാണ്. ഇതൊരു ഐതിഹാസിക സമരം എന്ന് ഞാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഒറ്റ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഏറ്റെടുക്കാനാവാത്ത അല്ലെങ്കിൽ കീഴടക്കാനാവാത്ത ഒരു സംഭവമാണ് ഈ ചെറുപ്പക്കാർ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ മുട്ടുകുത്തിച്ചു, മന്ത്രിയെ രാജിവെപ്പിച്ചു, എന്ത് വന്നാലും രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ച മന്ത്രിയെ രാജിവെപ്പിച്ചു, അവരുടെ മുഴുവൻ ഡിമാൻഡുകളും അംഗീകരിച്ചു. ഈ പറഞ്ഞ കുട്ടികൾക്ക് മരിച്ചുപോയ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഓരോ കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ അടക്കം, ഈ പറഞ്ഞതുപോലെ ഇവർക്കെതിരെ സമരക്കാർക്കെതിരെ കേസെടുക്കില്ല എന്നത് അടക്കം എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ വിജയം ഈ കുട്ടികൾ നേടിയിരിക്കുകയാണ്. ഇതിനെ ഐതിഹാസികമെന്നല്ലാതെ മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാനില്ല. കാരണം കഴിഞ്ഞ 12 വർഷത്തെ സ്വേച്ഛാധിപത്യ ഭരണം, ഈവൻ കർഷക സമരം പോലും നമുക്കറിയാം. കർഷക സമരം മാസങ്ങൾ നീണ്ടു. ഇന്ത്യയിലെ ഒരു വിഭാഗപ്പെട്ട എല്ലാ കർഷകരും ഡൽഹിയിൽ അടിഞ്ഞുകൂടിയിട്ടും അവരെ ഖാലിസ്ഥാനികൾ എന്ന് വിളിച്ച്, ഖാലിസ്ഥാനി അറ്റാക്ക് എന്ന് വിളിച്ചിട്ട് അതിനെ അക്രമാസക്തമാക്കാനും ഒക്കെ സാധിച്ച് ഒരു പരിധിവരെ ആ ബില്ല് പിൻവലിക്കുക എന്നല്ലാതെ ആ സമരം ഒരു പൂർണ്ണ വിജയമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പ്രക്ഷോഭം, CJP നടത്തിയ ഈ പ്രക്ഷോഭം, ഇത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട ഒരു പ്രക്ഷോഭമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഓരോ മനുഷ്യന്മാരെ, ഈ കുട്ടികൾ അവർ നിന്നിട്ട് അടികൊള്ളുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയൻ മാർഗത്തിൽ നിന്ന് അടികൊള്ളുന്ന എത്രയോ കുട്ടികളുടെ വീഡിയോകൾ നമ്മൾ കണ്ടു. ഇനിയും അടിക്കൂ എന്ന് പറഞ്ഞിട്ട് അടികൊള്ളുന്നു. ഇതൊരു വലിയ എന്താ പറയുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇന്ത്യയുടെ. താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പരാജയം കൂടിയായിരിക്കും ഇത്, അല്ലെ? പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടു എന്ന് ഞാൻ എത്രയോ ദിവസമായി പറയുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ വന്ന് ഈ സമരത്തിനെ പിന്തുണച്ചു എന്നുള്ളത് മാത്രമാണ് അവരിനകത്ത് ചെയ്ത ഒരേ ഒരു ശരി. ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ കുട്ടികൾ ഏറ്റെടുത്തത്. പ്രതിപക്ഷം ഇത് ഏറ്റെടുത്താലും വിജയിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, പ്രതിപക്ഷം ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഈ സമരം ഈ പ്രതിഷേധം ഏറ്റെടുക്കുകയാണെന്ന് കരുതുക, വിജയിപ്പിക്കാൻ കഴിയുന്ന ഒന്നായി മാറുമോ? വിജയിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല മഞ്ജുഷ്. കാരണം മറ്റൊന്നുമല്ല, ഈ പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ഈ സോഫ്റ്റ് പവറിനെ കുറിച്ച് യാതൊരു ധാരണയും കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഇല്ല. അത് അല്പമെങ്കിലും ധാരണയുള്ളത് BJPക്ക് മാത്രമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സമരത്തിന്റെ വിജയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാഠം പഠിക്കുന്നത് BJP ആയിരിക്കും. BJP ഓൾറെഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മന്ത്രിസഭാംഗങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിയുമെന്ന്. അതായത് BJPയെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന വാട്സപ്പ് തലമുറയെ ഇൻസ്റ്റാഗ്രാം തലമുറ പൊരുതി തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ടെർമിനോളജിയിൽ സംസാരിക്കുകയാണെങ്കിൽ വാട്സാപ്പ് തലമുറയെ ഇൻസ്റ്റാഗ്രാം തലമുറ മുട്ടുകുത്തിച്ചു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി മന്ത്രിമാരോട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാൻ പറഞ്ഞത്. ഇനി ഈ പാഠം ഒരിക്കലും കോൺഗ്രസ് പഠിക്കില്ല. കോൺഗ്രസ് ഇപ്പോഴും ഒരു 20 വർഷം 25 വർഷം പിന്നിലാണ്. ഈ പാഠം സമാജ്വാദി പാർട്ടി പഠിക്കില്ല, ഈ പാഠം തൃണമൂൽ കോൺഗ്രസ് പഠിക്കില്ല, ഈ പാഠം CPM പഠിക്കില്ല, ഈ പാഠം DMK പഠിക്കില്ല, ഈ പാഠം വിജയുടെ പാർട്ടി പഠിക്കില്ല. കാരണം അവര് 20-25 വർഷം ഒരു പരിധിവരെ വിജയുടെ പാർട്ടിയുടെ വിജയം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേട്ടോ. സോറി, ഞാൻ വിജയെ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർ ഇത് പഠിക്കില്ല. പക്ഷെ BJP പഠിക്കും. BJP ഇൻസ്റ്റാഗ്രാം തലമുറ ഇനി എങ്ങനെ കയ്യിലെടുക്കണമെന്ന് മനസ്സിലാക്കും. കോൺഗ്രസ് ഈ കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും. മനസ്സിലായിട്ടില്ല കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പരാജയം. നമുക്ക് അദ്ദേഹം ശ്രീ സിബി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ മാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ഇരുന്നോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന, ധാർഷ്ട്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ള 2-3 കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്, അതുകൂടി പറയാം. നമുക്ക് 2024 ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു രാജി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പിനെ ഇത്രയേറെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നമുക്കറിയാം NTA പോലൊരു സംവിധാനത്തിനകത്ത് ആ NTA വന്നത് തന്നെ രാജ്യത്തിന് ഒരു പരീക്ഷ എന്നൊരാശയം മുന്നോട്ട് വെച്ചിട്ടാണ്. ആ NTAയുടെ ഏറ്റവും സുപ്രധാന ചുമതലകളിൽ പോലും അഡീഷണൽ ചുമതലകൾ മാത്രമാണ്. ഒരു വ്യക്തിക്ക് കൃത്യമായ അതിൻ്റെ ചുമതല കൊടുത്ത് അതുമായി മുന്നോട്ട് പോയിട്ടില്ല. 2024 മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 പ്രധാനപ്പെട്ട പരീക്ഷകളിലാണ് ഈ ചോദ്യപേപ്പർ ലീക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് 2024
2024 ഉണ്ടായി, 2018 മുതൽ ആരംഭിച്ചതാണ്. 2018 ഇവിടെ കുറെ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെയായിരുന്നു ഹരി? ഞങ്ങളൊക്കെ അല്ല, ചോദ്യം അതാണ്, ഇവിടെ കുറെ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്ത് ഈ വിഷയത്തിൽ ഞങ്ങൾ 2018 തന്നെ കാരണം നിങ്ങളുടെ കാലത്തും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർന്നതും സാധാരണഗതിയിൽ ചോർന്നതും മനഃപൂർവ്വമായി ചോർത്തുന്നതുമായിട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നറിയാമോ? ഈ സാബു പ്രസാദ്, താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കൂ. താങ്കൾക്ക് സമയം കിട്ടിയല്ലോ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് കേൾക്കൂ, ഒന്ന് സമാധാനത്തോടു കൂടി കേൾക്കൂ. അപ്പൊ 2024 2026 ഒക്കെ തന്നെ ഇതിനകത്ത് ഈ CJP പോലുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരിപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വളരെ സംഘടിതമായി തന്നെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പം 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. നോക്കണം, 47 ഉദ്യോഗസ്ഥന്മാരെ ഈ NTA-യിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മനഃപൂർവ്വമായി ചോർത്തിയതാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മനഃപൂർവ്വമായി ചോർക്കുന്നത്? ഇത് മനഃപൂർവ്വമായി ചോർത്തുന്നത് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തൊരു വലിയ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സാമ്പത്തികമായി ചോദ്യം വന്നത് പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ സഭയിൽ പറയുകയാണ്, അത് അന്വേഷിക്കണം, ഈ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, വടിയും കമ്പും വില്ലുമായിട്ട് ഇറങ്ങി ഇവരെ അടിക്കണോ? അങ്ങനെയല്ലല്ലോ. ജനാധിപത്യത്തിൽ എന്താണ്? ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ, പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞല്ലോ 2018 മുതൽ ഇത് കൃത്യമായി ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ പറയുന്നുണ്ട്, സഭയിൽ പറയുന്നുണ്ട്, അതിനുവേണ്ടുന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് ഞങ്ങളുടെ ഒരു സമീപനമല്ല ജെൻസിയുടെ സമീപനം. ഇവിടെ SCB പറഞ്ഞതുപോലെ അതിന് മറ്റു ചില സമീപനമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവർക്ക് ആരോ പറഞ്ഞതുപോലെ, ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, ഓരോരുത്തർക്കും പറ്റിയ ആയുധങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്ക് ആ തരത്തിലുള്ള ആയുധങ്ങളുമായി മുന്നോട്ട് പോകണമെന്നൊരു പാഠം കൂടിയാണ് നമുക്ക് ഈ സമരം നമ്മുടെ മുമ്പിൽ നൽകുന്നത്. പലർക്കും പല പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ BJPക്കും ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്, കേന്ദ്ര സർക്കാരിനും പഠിക്കാനുണ്ട്. കാരണം ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം ഞാൻ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ 2024 മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ചോദ്യ പേപ്പർ കൊള്ള, അല്ലെങ്കിൽ ഇത് ലീക്ക് ചെയ്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന ഈ പരിപാടി അതിന് മുമ്പുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യ പേപ്പർ താനേ ചോരുന്നതും അല്ലെങ്കിൽ 1-2 സ്ഥലത്തും ചോരുന്നതും മനഃപൂർവ്വമായി അതുകൊണ്ടോ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ 47 പേരെ പിരിച്ചുവിട്ടിട്ട് പിന്നെ അതിനകത്ത് വർത്താനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 47 പേരെ നിങ്ങൾ പിരിച്ചുവിട്ടു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾ മുഴുവൻ ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ടു. എവരിത് പുറത്തു കൊടുക്കാൻ എങ്ങനെയാണ് സാർ ഇത് പുറത്തേക്ക് പോകുന്നത്? എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? ഒരൊറ്റ കാര്യം പറഞ്ഞാൽ ഈ ചോദ്യ പേപ്പർ താനേ ചോരുക എന്ന് പറഞ്ഞാൽ അത് അല്ല. ചോദ്യ പേപ്പർ പറയാവുന്നേ താങ്കൾ ചോദിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ചോദ്യ പേപ്പർ തിരുവനന്തപുരത്ത് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യ പേപ്പർ മാറിപ്പൊട്ടിച്ചു, അല്ലെങ്കിൽ ചോദ്യ പാക്കറ്റ് മാറിപ്പൊട്ടിച്ചു കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് അതിനെയും ചോദ്യ പേപ്പർ ലീക്ക് എന്നുള്ള പരീക്ഷ ക്യാൻസൽ ചെയ്യാണ് സ്വാഭാവികമായിട്ട് ചെയ്തത്. അങ്ങനെയുള്ളതൊക്കെ നേരത്തെ ഒരു തവണ അങ്ങനെ സംഭവിച്ചെന്ന് വയ്ക്കാം. ഒരു തവണ സംഭവിച്ചാൽ നേരത്തെ അതിനെതിരെ ശക്തമായ നടപടി. അന്നത്തെ കാലത്ത് ഇത് സംഭവിച്ചിട്ട് അന്ന് സമരം ചെയ്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കാൻ അന്നത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ പരാജയമാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനും ഇപ്പോഴത്തെ ജനതയ്ക്കും അത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ജനതയ്ക്ക്. ശരി, ശ്രീ പ്രശാന്ത് ശിവൻ, ഇവിടെ പലർക്കും പല പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും വലിയ പാഠമാണ് പഠിക്കാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ജനകീയ ആവശ്യങ്ങളെ തമസ്കരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ ഈ പറഞ്ഞു നിർത്തിയിടത്താണ് ഞാൻ തുടങ്ങാം. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയുണ്ടായി, 2018 രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്നും അന്ന് തന്നെ അദ്ദേഹം X-ൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. 2018 2023 ഇടയിൽ മാത്രം 19 ചോദ്യ പേപ്പർ രാജസ്ഥാനിൽ ചോർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയൊരു ഉദാഹരണം 2021 SI റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന്റെ ചോദ്യ പേപ്പർ ഉൾപ്പെടെയുള്ളത്. രാജസ്ഥാനില് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. അപ്പൊ 2018 ട്വിറ്ററിനകത്ത് ഒരു പോസ്റ്റ് ഇടുന്നു.
അതിനുശേഷം അവരുടെ തന്നെ സർക്കാർ ഭരിക്കുന്ന ആ സംസ്ഥാനത്തുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഈ വിഷയങ്ങളെല്ലാം 2018 ഞങ്ങൾ പ്രതിപാദിച്ചിരുന്നു എന്നാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ 2004-നും 2014-നും ഇടയിൽ ഈ രാജ്യത്തുണ്ടായ 100-ലധികം ചോദ്യപേപ്പർ ചോർച്ചയുടെ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ PSC മുതൽ ജമ്മു കാശ്മീരിലെ JPSC എക്സാം വരെയുള്ള, എന്തിനേറെ പറയണം, എയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. അന്ന് UP-യെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് ആരും രാജിവെച്ചിട്ടില്ല. ഇവിടെ അപ്പോൾ അന്നത്തെ പ്രതിപക്ഷവും ദുർബലമാണെന്ന് കണക്കാക്കേണ്ടി വരും. ഇവിടെ ആ ഒരു ചോദ്യവും ഉയർന്നിരുന്നു. പ്രതിപക്ഷവും അന്നത്തെ ദുർബലമായിരുന്നു. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ ഇത്തരത്തിൽ 2024 നേരത്തെ പറഞ്ഞു, ഇവിടെ മുന്നേയും ചോദ്യപേപ്പർ ചോർച്ചയുണ്ട്. അത് സാധാരണഗതിയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയാണ്. ഇവിടെ ഇത്തരത്തിൽ അസാധാരണമായി എന്തോ സംഭവിച്ചു എന്നാ പറയുന്നത്. ഇത്തരത്തിൽ സാധാരണ രീതിയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയും അസാധാരണമായ രീതിയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് എങ്ങനെയാണ് ഇവർക്ക് സാധാരണവും അസാധാരണവും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഈ കഴിഞ്ഞ 2011 ഡൽഹിയിൽ സമരം ചെയ്തിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്തിരുന്ന സമയത്ത് അണ്ണാ ഹസാരെയുടെ സമരത്തോട് ഇവർ കൈകാര്യം ചെയ്ത രീതി എന്തായിരുന്നു? അത് സാധാരണമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലായിരുന്നു. ബാബ രാംദേവിന്റെ സമരം ചെയ്തിരുന്നു. ആ സമരത്തെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്തിരുന്നത്? സാധാരണമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലായിരുന്നു. എന്തിനേറെ പറയണം, 2012 നിർഭയ വിഷയം വന്ന സമയത്ത് ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ആ സമരത്തെ? അപ്പൊ ഇവര് കൈകാര്യം ചെയ്യുന്നതെല്ലാം സാധാരണമായിട്ടുള്ളതും BJP വരുന്ന സമയത്ത് അതിനകത്ത് അസാധാരണം കൊണ്ടുവരിക. ഇവര് ചെയ്യുന്നതെല്ലാം നോർമലാണ്, അക്കൗണ്ടബിൾ ആണ്. BJP വരുന്ന സമയത്ത് അതൊന്നും അക്കൗണ്ടബിൾ അല്ല. ഇവര് ചെയ്യുന്ന തെറ്റൊന്നും തെറ്റല്ല. ശരി പ്രശാന്ത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ യുവാക്കളുടെ കൂട്ടായ്മ വന്നത് ഭരിക്കുന്നവർക്കെതിരെ മാത്രമല്ല കേട്ടോ, പ്രതിപക്ഷ ശബ്ദം ഉയരാത്തത് കൊണ്ട് കൂടിയാണ്. അത് താങ്കൾ സമ്മതിക്കുമല്ലോ അല്ലേ? അത് താങ്കൾ സമ്മതിക്കുമല്ലോ അല്ലേ? പക്ഷെ ഇവിടെ ഹരി ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഹരി പറഞ്ഞത് ഇത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്, കാരണം അവിടെ അരാഷ്ട്രീയം നിഴലിക്കുന്നു എന്നുള്ള കാര്യമാണ്. താങ്കൾക്കും അതേ നിലപാട് തന്നെയാണോ? ഇവിടെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ കോൺഗ്രസ്സുകാർ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചു വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ 1966 എന്നാണ് എന്റെ ഓർമ്മ. 1966 ഗോവധ നിരോധനത്തിനെതിരെ ഒരു സമരം ചെയ്തിരുന്നു. ആ സമരത്തെ നേരിട്ട കോൺഗ്രസിന്റെ സർക്കാർ അന്ന് വെടിവെച്ച് കൊന്ന് ഏതാണ്ട് 6 പേര് ആ സമരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് അതിന്റെ അടുത്ത വർഷം മധ്യപ്രദേശിലെ ഒരു സമരത്തില് അതിൽ ഏതാണ്ട് 24 കർഷകരാണ് ആ കർഷക സമരത്തില് കോൺഗ്രസുകാർ വെടിവെച്ച് കൊന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇനി തുടർന്ന് പറയുകയാണെങ്കിൽ സിഖുകാരെ കൂട്ടക്കൊല നടത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഈ കോൺഗ്രസുകാർ. അപ്പൊ ഇത്തരത്തിൽ സമരങ്ങളെ അവർ എങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത്? ഇത്തരത്തിലുള്ള സമരങ്ങളെ നേരിടുന്നതെല്ലാം ഇവർക്ക് സാധാരണമായിരുന്നു. BJP ഭരിക്കുന്ന സമയത്താണ് ഇതെല്ലാം അസാധാരണമായിട്ട് മാറുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവർ ചെയ്യുന്ന സമരങ്ങളെ, അവർ ഏറ്റെടുത്ത സമരങ്ങളെ കൈകാര്യം ചെയ്ത രീതി, അവര് ഭരിക്കുന്ന സമയത്ത് ഉണ്ടായ ചോദ്യപേപ്പർ കോൺഗ്രസിന്റെ സമരമായിരുന്നില്ല കേട്ടോ. ഇത് കോൺഗ്രസിന്റെ സമരമായിരുന്നില്ല. താങ്കൾ കോൺഗ്രസിന് ക്രെഡിറ്റ് കൊടുക്കണ്ട. ഏതാ? ഇത് കോൺഗ്രസിന്റെ സമരമായിരുന്നില്ല. ഇത് കോൺഗ്രസിന്റെ സമരമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ സമരങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാ പറഞ്ഞത്. UPA സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും അവർ എങ്ങനെയൊക്കെയാണ് ഇതിനെ കൈകാര്യം ചെയ്തിരുന്നത്, അവരുടെ സർക്കാരിൽ ഏതൊക്കെ മന്ത്രിമാരാണ് രാജിവെച്ച് പോയിട്ടുള്ളത് ഇവര് തന്നെ ഓർത്താൽ മതി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നത് വരെ ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ആ പ്രതിസന്ധിക്കുണ്ടായ പരിഹാരങ്ങൾ ഉടനടി ചെറിയ ഷോർട്ട് ടൈം പീരീഡിൽ തന്നെ അത് പൂർത്തിയാക്കിയതിന് ശേഷം ആ ഉണ്ടായ വിഷയത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്തി 13 പ്രതികളെ ജയിലിനകത്തേക്ക് അയച്ച് തുടർന്ന് പരീക്ഷ നടത്തി അതിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് മാറിയിട്ടുള്ളത്. ഇതിന്റെ ധാർമ്മിക ബോധം ഉൾക്കൊണ്ട് തന്നെ ആ പ്രശ്നത്തിലുള്ള പ്രതിവിധി കാണുകയും അതിനുശേഷം ആ പരീക്ഷ നടത്തിയതിനു ശേഷം അദ്ദേഹം ചുമതലയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിർബന്ധിതനായി എന്ന വാക്കുകൂടി ഉപയോഗിക്കേണ്ടി വരും പ്രശാന്ത്. ഇല്ല, ഒരു സെക്കൻഡ്. ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകള് അവിടെ ജന്തർ മന്ദറിലേക്ക് കടന്നു ചെന്ന സമയത്ത് അഭിജിത് ദീപ് കേക്ക് പോലും പറയേണ്ടി വന്നു,
സോനം വാങ്ചുക്കിന് പോലും പറയേണ്ടി വന്നു രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിലേക്ക് അവിടെ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു ചെന്നുകൊണ്ട് അവിടെ ആ സമരത്തെ ഹൈജാക്ക് ചെയ്ത് അവരുടെ അജണ്ടകൾ നടപ്പിൽ വരുത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, എന്തൊക്കെ വന്നാലും ഇത് ക്ഷീണമാണ്. കാരണം ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുക എന്ന് പറയുന്നത് ആ സർക്കാരിന് ഒരു ക്ഷീണം തന്നെയാണെന്ന് പറയേണ്ടി വരും. അതൊരു ഭൂഷണമൊന്നും അല്ല. എത്രമാത്രം വ്യാഖ്യാനിച്ചാലും ഒരിക്കലും ഒരു അലങ്കാരമല്ല. മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് വരാം. ഇതിനിടയ്ക്ക് സിബി സത്യനും മഞ്ജുഷും ഒരു ചോദ്യം ഉയർത്തിയിരുന്നു. അന്നൊക്കെ അത് സമരം ചെയ്ത ആ മന്ത്രിമാരെ രാജിവെപ്പിക്കാതിരുന്നത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യമാണ് എന്ന്. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ അടുത്ത കാലത്ത് ഉയരുന്നുണ്ട്. സ്ഥിരമായിട്ട് ചർച്ചകളിൽ ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതായത്, ഇന്ന് വരെ ഇവിടെ ഇലക്ഷൻ കമ്മീഷനെതിരെ ആരെങ്കിലും സമരം ചെയ്തിരുന്നോ? ഇന്ന് വരെ ഇവിടുത്തെ ഇലക്ഷൻ സംവിധാനങ്ങൾക്കെതിരെ ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നോ? ഇതെല്ലാം നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ എന്ന്. അതിനു മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണത്. കാര്യം അത് ചെയ്യേണ്ടത് അന്നത്തെ പ്രതിപക്ഷമാണത്. അന്നത്തെ പ്രതിപക്ഷത്തിന് കൃത്യമായ ചില ധാർമ്മിക ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴാണ് പ്രതികരിക്കേണ്ടതെന്ന് വ്യക്തമായ അഴിമതി മുമ്പോൾ. അതേസമയം ഒരു സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം BJP ഉയർത്തിയിട്ടില്ല. സത്യമാണത്. അതിന്റെ പേരിൽ പ്രക്ഷോഭം നടത്തിയിട്ടില്ല. അത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ആ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ ലാക്ക് കണ്ടുകൊണ്ട് അതിന്റെ മുതലെടുപ്പിന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ BJP ഇലക്ഷൻ കമ്മീഷനെതിരെ സമരം ചെയ്തിട്ടില്ല. BJP ഭരണഘടനാ സ്ഥാപനങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കുന്ന രീതിയിൽ BJP പെരുമാറിയിട്ടില്ല. അത് ഒരു പ്രതിപക്ഷത്തിന്റെ ധാർമ്മിക ബോധ്യമാണത്. അല്ലാതെ ഇവിടെ എന്ത് തന്നാലും വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യത്തിനെ കുറ്റം പറയുക, ചീത്ത പറയുക, അപമാനിക്കുക, ഈ പരിപാടി ഇന്ത്യയിലെ പ്രതിപക്ഷം തുടങ്ങിയ ആ കലാപരിപാടി തുടങ്ങിയത് ഇപ്പോഴാണെന്നേ. അതുകൊണ്ട് തന്നെയാണിത്. അതിന്റെ മറുപടി അത് തന്നെയാണ്. പിന്നെ മഞ്ജുഷ ചോദിച്ച ചോദ്യം എന്ത് തന്നെയായാലും ഇത് ക്ഷീണമല്ലേ എന്ന്. ഞാൻ ഉള്ള കാര്യം ഞാൻ എൻ്റെ ഒരു BJP സിമ്പതൈസർ എന്നുള്ള നിലയിൽ പറഞ്ഞു. അതിൻ്റെ അകത്ത് അങ്ങനെ പറയുന്നതിൻ്റെ അകത്ത് ഒരു പരിധി വരെ കാര്യമുണ്ട്. അതൊരു വിഷമം തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന വൈകാരികമായി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്തു തന്നെ സംഭവിച്ചാലും, എന്താകാശം ഇടിഞ്ഞു വീണാലും അവിടുന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കരുതായിരുന്നു, ആട്ടിച്ച് ശരിയാക്കണം ഇവരെ. ഇങ്ങനെയൊക്കെ വൈകാരികമായി ചിന്തിക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. ഒരു പരിധി വരെ എന്നെ പോലുള്ളവരും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക്, ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അങ്ങനെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായ നേട്ടങ്ങളിൽ ഇനി ഇതുകൊണ്ട് അടുത്ത നിമിഷം എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രശ്നം ഉണ്ടാവുക, അങ്ങനെ നോക്കിക്കൊണ്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ലാർജർ ഇൻട്രസ്റ്റിൽ മാത്രമേ പറ്റുള്ളൂ. രാജ്യത്തിന്റെ ലാർജറായിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ മറ്റൊരു കാര്യമാണ് കേട്ടോ, ഈ സമരം ചെയ്യുന്ന യുവാക്കൾ എന്ന് പറയുന്നത് അവരിൽ ഭൂരിഭാഗം ആളുകളും ഈ BJP സിമ്പതൈസേഴ്സ് പോലും ആകാവുന്നതാണ്. കാരണം BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും അക്കൂട്ടത്തിൽ ധാരാളമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അവിശ്വാസം അവരിൽ നിന്നുണ്ടാവുകയാണ്. അതുകൂടി തിരിച്ചറിയുകയാണ് കേന്ദ്ര സർക്കാർ. നോക്കൂ, ഈ പറഞ്ഞ പോലെ ഇപ്പം സിബി സത്യൻ ഒരു വലിയ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാഠം പഠിക്കാൻ പോകുന്നത് BJP ആയിരിക്കുമെന്ന്. അങ്ങനെ കൃത്യമായിട്ട് ഓരോ കാലങ്ങളിൽ ഉണ്ടായ പാഠം പഠിച്ച് തന്നെ വീഴ്ചകളിൽ നിന്നും തോൽവികളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും എല്ലാം പാഠം പഠിച്ചു തോറ്റ് ജയിച്ചു വന്നിട്ടാണ് 12 വർഷമായിട്ട് അവിടെ ഇരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിന്റെ പറഞ്ഞ ഇൻസ്റ്റയില് ആക്റ്റീവ് അല്ലായിരുന്നു. നരേന്ദ്രമോദിയും വളരെ വലിയൊരു ആക്റ്റീവ് അല്ലായിരുന്നു. അതൊരു തിരിച്ചറിവാണത്. ഇങ്ങനെയാണ് വേണ്ടത്. ആ തിരിച്ചറിവിലൂടെ ഇപ്പം സത്യത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ 2 ദിവസത്തെ അർദ്ധരാത്രിക്ക് തന്നെ വീഡിയോ ഇട്ടതിൻ്റെ അകത്തൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. വെറുതെ ഒന്നും അദ്ദേഹം ചെയ്യില്ല. അതായത് രാജ്യത്തെ ജൻസിയുടെ ആ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ആ തലമുറയുടെ മനസ്സറിയുക എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ ലക്ഷ്യം അദ്ദേഹം കൃത്യമായിട്ട് കാര്യം രാജ്യത്തിന്റെ യുവജനത, യഥാർത്ഥത്തിൽ യുവജനത ഇപ്പൊ സമരം ചെയ്യുന്നവരുണ്ടാവും, അറിഞ്ഞില്ലേ, അദ്ദേഹത്തിനൊപ്പമാണ് എന്ന ഒരു വലിയ റിസൾട്ട് അതിൽ നിന്ന് കിട്ടി. അതൊരു വലിയ തിരിച്ചറിവാണത്. അത് വലിയ തിരിച്ചറിവാണ്. ഒരു പക്ഷേ ഇതുവരെ തിരിച്ചറിയാതിരുന്നൊരു തിരിച്ചറിവ്. അത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഫോളോവേഴ്സിന്റെ എണ്ണം കുതിച്ചു കയറുകയായിരുന്നു നരേന്ദ്രമോദിയുടെ.
അത് സ്വാഭാവികമാണ് മഞ്ജുഷ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആം എടുത്ത് ഉപയോഗിക്കുക, ആ ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്ത് ശ്രീ നരേന്ദ്രമോദിയുടെ ആരാധകരുടെ എണ്ണം കുതിച്ച് കയറി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, കുതിച്ചു കയറി ഫാൻ ഫോളോയിങ് അതുപോലെ ഇറങ്ങി പോവുകയും ചെയ്യും. നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് അവസാന തുള്ളി രക്തം വരെ അതിനുവേണ്ടി പൊരുതുന്ന ഒരു തലമുറയല്ല ഇത്. നിങ്ങൾ അവരുടെ ഒരു ശൈലി മനസ്സിലാക്കണം. അവർ ഏറ്റവും കൂടുതൽ ഗിഗ് വർക്കേഴ്സ് ആണ്. അവരൊരു സ്ഥാപനങ്ങളിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നില്ല. അവർക്ക് ഈ ചെറിയ ചെറിയ ജോലികളിലാണ് താല്പര്യം. അവരുടെ ലോയൽറ്റി അവരോട് മാത്രമാണ്. അവരൊന്നിനോടും കൃത്യമായ ലോയൽറ്റി. പക്ഷെ അവര് ഏറ്റെടുക്കുന്ന കോസിൽ, അവരേറ്റെടുക്കുന്ന അവരുടെ പ്രതിഷേധങ്ങളിൽ അവരവരുടെ പൂർണ്ണ അർപ്പണം നടത്തുന്നുണ്ട്. അങ്ങനെ പൂർണ്ണ അർപ്പണം നടത്തിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ രസകരമായ ഒരു സാധനം ഞാൻ വായിച്ചത്, ഈ ഉത്തരേന്ത്യയിലൊക്കെയുള്ള കുടുംബ ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ. കാരണം BJPയെ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം. ഒരു സോഷ്യൽ മീഡിയ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ BJPയെ അധികാരത്തിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒന്നാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളും അല്ലാതെയുള്ള ഗ്രൂപ്പുകളുമാണ് ഏറ്റവും കൂടുതൽ BJPയുടെ സോഫ്റ്റ് പവറിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. ഇത്തരം കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നരേന്ദ്രമോദിയുടെ വളരെ കടുത്ത ആരാധനയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കേശവും മാമനും സുമേഷ് കാവിപ്പടയും ഒക്കെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഇപ്പൊ ചെറുപ്പക്കാർ വിട്ടുപോവുകയാണ്. ഉത്തരേന്ത്യയിലെ ചെറുപ്പക്കാരെല്ലാം ഈ കുടുംബ ഗ്രൂപ്പുകൾ ഉപേക്ഷിച്ച് അവർ മൊത്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചില ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ ഗ്രൂപ്പുകളിലേക്കാണോ പോകുന്നത്, അതോ പ്രതിപക്ഷ പാർട്ടികൾക്ക് അതിൽ ആശ വെക്കേണ്ടതുണ്ടോ? അല്ലല്ല, അവരങ്ങനെയല്ല പോകുന്നത്. അവർക്ക് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭക്തന്മാരുടെ ഗ്രൂപ്പിൽ നിന്ന് അവർ വിട്ടുപോവുകയാണ്. കാരണം നരേന്ദ്രമോദിയാണെല്ലാം എന്ന് പറയുന്ന, മോദി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ തകർന്നു പോയേനെ, മോദി ഇല്ലായിരുന്നെങ്കിൽ ആകാശം പൊട്ടി വീണേനെ എന്നൊക്കെ പറയുന്ന ഒരുപാട് വിലപിക്കുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. അപ്പം അദ്ദേഹം ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗതി എന്താകുമായിരുന്നു എന്നൊക്കെ വിലപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതുപോലെയൊക്കെയുള്ള അന്ധഭക്തന്മാരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഈ തലമുറ മൊത്തത്തിൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ സൂചനയാണെന്നേ. ഈ സൂചന എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഈ സാധനം, ഈ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, ഈ ട്വിസ്റ്റ് കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് അതിന്റെ ടെക്നോളജി സ്വായത്ത, ഞാൻ പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറുക എന്നുള്ളത് മാത്രമല്ല, ഈ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റിനെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യൽ വരെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ ഉണ്ട്. അപ്പം BJP ഒക്കെ അത്യാവശ്യം AK-47 ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് ഒക്കെ ഇപ്പോഴും 303 വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ലാത്തി വെച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് വന്നതോടുകൂടിയാണ് ഇതിന്റെ ഒരു രൂപം മാറിയത്. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോൾ അതിന്റേതായ പങ്കാളിത്തം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അല്ല, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പങ്കാളിത്തം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു വലിയ സമരത്തിനെ വളരെ കൃത്യമായിട്ടൊരു തരത്തിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും, ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ സമരത്തിലേക്ക് എത്തിക്കാൻ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനത്തിന് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് നേരത്തെ അതല്ല. ഞാൻ പറഞ്ഞത് ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുപോലൊരു ജനതയെ ഉയർത്തി ഒരു സമര രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ ശേഷിക്കുറവിനെ പറ്റിയാണ്. ഇത്രയും വിദ്യാർത്ഥികളെ, ഇത്രയും ചെറുപ്പക്കാരെ ഡൽഹിയിൽ ഒരു സമരത്തിന് അണിനിരത്താൻ കോൺഗ്രസിന് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? കോൺഗ്രസ് സ്വയം വിമർശനപരമായി നോക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്തേക്ക് രാഹുൽ ഗാന്ധി വന്ന ഒരു എൻട്രിയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ വിളിച്ചതും വിവിധ MP-മാരെ വിളിച്ചു കൊണ്ടുവന്ന് നടത്തിയ ആ സമരവും ഒക്കെ ഈ സമരത്തിന് റിയൽ ബൂസ്റ്ററുകളാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതൊരു പ്രതിപക്ഷം എന്ന നിലയിൽ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുമാണ്. അപ്പൊ ആ ഒരു സംഭവം സമരത്തിന്റെ മൊത്തം രൂപവും ഭാവവും മാറ്റി. പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട ദൗർബല്യം, ഇതുപോലെ ഒരു ജനതയെ ജന്തർ മന്ദറിൽ ഡൽഹിയിൽ കൊണ്ടുവന്ന ഒരു സമരം നടത്താനുള്ള ശേഷി ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഒരു പക്ഷേ ഇപ്പൊ ഇല്ല. ശരി, അപ്പോൾ GV ഹരി, പ്രതിപക്ഷത്തിന്റെ റോൾ ഇപ്പോൾ CJPയുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണല്ലോ. നോക്കൂ, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ഇവിടെ CB പറഞ്ഞുകൊണ്ട് അതുകൂടി കമൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സംവിധാനം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 1.5 കോടി ഓളം ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുടെയും ഇൻസ്റ്റാ പേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഇതാണ്. ഇപ്പോൾ ആ ഫോളോവേഴ്സൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ താങ്കൾ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു. പുതിയ കാലഘട്ടത്തിനകത്ത് തീർച്ചയായിട്ടും പുതിയ രീതികൾ അവലംബിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യേണ്ടതാണ്. ഞങ്ങളത് ചെയ്യുന്നില്ല എന്നല്ല, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ അത് ചെയ്യുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നതിനോട് ഞങ്ങൾക്ക് ഒരു വിയോജിപ്പുണ്ട്. ഞങ്ങൾ ആ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ പൊതുവായിട്ടൊരു ശൈലി ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിനെ കണ്ട കാര്യമില്ല. അത് കേരളത്തിൽ യുവജനങ്ങളെ അണിനിരത്തിയത് മുഴുവനും അങ്ങനെയാണ്. അല്ല, ഞാൻ കോൺഗ്രസ് പോലെയുള്ള പാർട്ടിക്ക് സ്വന്തമായി വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, യുവജന പ്രസ്ഥാനമുണ്ട്. ഞങ്ങൾ ആ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു അക്രമ സമരത്തിലേക്ക് ഇപ്പോൾ താങ്കൾ തന്നെ കൃത്യമായി പറഞ്ഞതുപോലെ എവിടെ വെച്ചാണ് ഇത്രയും ഒരു ജനശ്രദ്ധ അല്ലെങ്കിൽ ഒരു മാധ്യമ ശ്രദ്ധ ഈ വിഷയത്തിന് കിട്ടുന്നത്? അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കൃത്യമായിട്ടുള്ള
ശക്തമായിട്ടുള്ള ഇടപെടലാണ്. പൊടുന്നനെ അദ്ദേഹം രാഹുൽ ഗാന്ധി നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് വരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലത്തേക്ക് എത്തുന്നു. ഇതൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഈ സമരത്തിന് തന്നെ. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഇതിനെ അടിച്ചമർത്താനായിട്ട് BJP ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള. പക്ഷേ ഇത്തരത്തിലുള്ള ഐതിഹാസിക വിജയം ഈ കോക്രോച്ച് പാർട്ടി നേടുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കപ്പെടാൻ അർഹതയില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഇവരുടെ മുന്നിലേക്ക് അല്ലല്ലേ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായി വരുന്നു. രാഹുൽ ഗാന്ധിയോട് അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അതെന്തുകൊണ്ടാണ് ആ പ്രക്ഷോഭത്തിന് ശക്തിയില്ലാത്തതുകൊണ്ട്. കോൺഗ്രസ് ആയതുകൊണ്ടാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിനകത്ത് ആ സ്വപ്നം കാണുന്ന ശ്രീ ഷാബു പ്രസാദും അതോടൊപ്പം തന്നെ മറ്റ് BJPയുടെ നേതാക്കന്മാരും ഒക്കെ അങ്ങനെ കോൺഗ്രസിനെ വളർത്താൻ ശ്രമിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ അതാണ് കോൺഗ്രസ് ആദ്യം പ്രതികരിച്ചത്. ഇത് BJPയുടെ ടീമാണ് CJP എന്ന്. പല കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ഇതെല്ലാം നോക്കണ്ടേ? അല്ല, ഞങ്ങൾക്ക് പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ടല്ലോ, പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ടല്ലോ. ഇവരൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്കുകൾ പല തരത്തിലും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നോക്കൂ, ഞങ്ങൾ സഭയിൽ സംസാരിക്കാൻ പോലും കഴിഞ്ഞ 2 ദിവസമായി പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കുന്നില്ലെന്നേ. ജനാധിപത്യത്തെക്കുറിച്ചാണ്, ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഷാബു പ്രസാദ്, നിങ്ങൾ അസ്വസ്ഥനാകാതിരിക്കുക. നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നേ ആദ്യം. നിങ്ങൾക്ക് അതിന് പറ്റാത്തതിന്റെ ഞാൻ പറഞ്ഞ ഈ പ്രശ്നമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടെ പറയാം. രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടോ? നമ്മളത് കണ്ടു. അപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നതിന് എല്ലാ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ, രാജ്യത്തിന്റെ ഭരണഘടനയിൽ വളരെ വലിയ സ്ഥാനമുണ്ട്. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ നമുക്ക് കേരളത്തിന്റെ ഇവിടുത്തെ നമുക്ക് നിയമസഭ എടുത്തു നോക്കൂ. ഇവിടെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താ? മുഖ്യമന്ത്രി വഴങ്ങിക്കൊടുക്കുകയാണ്. തെരുവിൽ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ചർച്ച വേണം, ഞങ്ങൾ സംസാരിക്കാൻ. അല്ല, വഴിയിലൂടെ വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടു താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ സഭയിൽ സംസാരിക്കാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കാൻ അനുവാദം കൊടുക്കാത്ത ഒരു സർക്കാർ വിളിച്ചു നിങ്ങളെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ വിളിച്ചതിന് ശേഷം സംസാരിക്കാൻ അനുവദിക്കാതെ മറ്റു വിഷയത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്ത് ജനാധിപത്യമാണെന്ന് ഈ രാജ്യത്ത് ഇവർ സമരം നടത്തിയത് ഞങ്ങൾക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോയാൽ ബുദ്ധിമുട്ടുള്ള ഞാൻ പറയുന്നത് ആ സമീപനമാണ്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇങ്ങനെ പ്രക്ഷോഭം കോൺഗ്രസ് നടത്തിയാലും ചർച്ചയ്ക്ക് പോലും കേന്ദ്ര സർക്കാർ തയ്യാറാവില്ല. കാരണം കോൺഗ്രസിനെ അവഗണിക്കുകയാണ് എന്നാണ് GB ഹരിയുടെ വാദം. കാരണം കോൺഗ്രസ് മുക്ത് ഭാരത് അതാണല്ലോ ഉദ്ദേശം. ശരി, ഇവിടെ ഇതിനകത്ത് തുടർച്ചയായി നിരവധി തവണ പാർലമെന്റ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ, പാർലമെന്ററി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, ഈ വിഷയം നമുക്ക് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് വാക്കൌട്ട് നടത്തി ഇറങ്ങിപ്പോയിക്കൊണ്ട് ഇപ്പൊ ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ വന്ന് ഈ ഫ്ലോറിൽ വന്നിരുന്നു കൊണ്ട് പറയുകയാണ് പാർലമെന്റിൽ ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട് അവിടെ ചർച്ച നടത്തേണ്ട എന്നുള്ള സമീപനമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴച്ചു കൊണ്ടുപോയിട്ടൊന്ന് ഇവിടെ ഹൈ സെക്യൂരിറ്റി സോണുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് സമരം ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിന്റെ യുവരാജാവിനെ പാലും തേനും ഒഴുക്കി പച്ച പരവതാനി വിരിച്ച് ഓച്ചാനിച്ച് നിന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ സമരം ചെയ്യുന്ന സമയത്ത് അല്ല, രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കും. കാരണം കോൺഗ്രസിനകത്ത് യുവരാജാവായിട്ട് വന്നതുകൊണ്ട് ഇവിടെ തെരുവിൽ സമരം ചെയ്തോ പോസ്റ്റർ ഒട്ടിച്ചോ ഒന്നും പരിചയമില്ലാതെ തഴമ്പും വെച്ചുകൊണ്ട് വന്നുകൊണ്ട് കോൺഗ്രസിന്റെ അധികാരത്തിലിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ സമരത്തിനിടയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ പുതിയ അനുഭവമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിലൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള സമരം നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്യാറുള്ളത്. അല്ലാതെ യുവരാജാവാണെന്ന് കരുതി ഓച്ചാനിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കീഴ്വഴക്കമൊന്നും ഇന്ത്യ മഹാരാജ്യത്തില്ല. പിന്നെ 2, ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഈ സമരത്തിനകത്ത് ഈ സമരം വഴിതെറ്റി പോകുന്നു എന്ന് കണ്ട സമയത്ത് ഈ സമരത്തിനകത്ത്
നേരത്തെ പറഞ്ഞ രീതിയിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ച സമയത്താണ് ഇതിനെ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് ഇതിനകത്തുള്ള സമരം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമായിരുന്നുവെങ്കിലും പക്ഷേ ആ വിദ്യാർത്ഥികളുടെ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തെടുക്കുവാനായിട്ട് ധാരാളം ആളുകൾ ശ്രമിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചിരുന്നു. അത് സോനം വാങ്ചുക്കും അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധി ഈ സമരത്തെ അദ്ദേഹത്തിൻ്റെതായ അജണ്ട നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ അത്തരത്തിൽ വഴിതെറ്റി പോകുന്നു എന്ന് കണ്ട സമയത്താണ്, അരാജകത്വത്തിലേക്കും ആക്രമണങ്ങളിലേക്കും പോകുന്നു എന്ന് കണ്ട സമയത്താണ് ഈ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ കുറെ അരാജകവാദികൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങുകയായിരുന്നോ ശ്രീ? അരാജകവാദികൾക്ക് മുന്നിൽ കീഴടങ്ങിയല്ല, ഈ രാജ്യത്തിന്റെ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ അരാജകവാദികളായിട്ടുള്ള ആളുകള്, അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ വഴിതെറ്റിച്ച് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നതാണ്. അല്ലാതെ അരാജകവാദികൾക്കോ ആക്രമണത്തിന് മുന്നിലോ ഈ സർക്കാർ മുട്ടുകുത്തില്ല. ശരി, ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ്. രാഹുൽ, താങ്കൾ ജന്തർ മന്ദറിൽ പോയതാണല്ലോ. ജന്തർ മന്ദറിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ പോരുകയായിരുന്നു. എന്തുകൊണ്ടാണ് സമരത്തിൽ ഒരു ദിവസം പോലും പങ്കെടുക്കാതിരുന്നത് രാഹുൽ? അവിടെ ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് പഞ്ചാബിൽ ഉണ്ടായിരുന്നു. എനിക്ക് വിദേശയാത്ര വന്നു, അതുകൊണ്ടാണ് തിരിച്ചെത്തിയത്. പക്ഷേ 2-3 കാര്യങ്ങൾ പോസിറ്റീവാണ്. ആ പോസിറ്റീവ് ഒരു കാര്യം, താങ്കൾ സെൽഫി എടുക്കാൻ പോയതാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രോളിംഗ് ഉണ്ട് കേട്ടോ താങ്കൾക്കെതിരായിട്ട്. അല്ല, വിദ്യാർത്ഥികളെ തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളെന്നും വിളിക്കുന്നതിനെക്കാട്ടി വലുതല്ലല്ലോ എന്നെ ട്രോൾ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഫോറിൻ ഫണ്ട്, നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് ഫോറിൻ ഫണ്ട് എന്നൊക്കെ ഉണ്ടെന്ന് ചിലർ പറഞ്ഞു. ഇന്നലെ MEA വളരെ കൃത്യമായി പറയുകയുണ്ടായി, അങ്ങനെ CJPയുടെ പ്രൊട്ടസ്റ്റിന് യാതൊരു ഫോറിൻ ഫണ്ടും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മുടെ യുവാക്കൾ ജയിച്ചതല്ലേ, സന്തോഷിക്കല്ലേ നമ്മൾ വേണ്ടത്. നമ്മുടെ യുവാക്കൾ ഒരു പോയിന്റ് റേസ് ചെയ്തു, അവരെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, അവർ ജയിച്ചെങ്കിൽ ഈ രാജ്യം ജയിക്കുകയല്ലേ ചെയ്യുക. പ്രശാന്ത് ശിവൻ പറഞ്ഞത് കുറെ അരാജകവാദികൾ അവർ അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ യുവാക്കളെ കരുതി അവർ വഴിതെറ്റി പോകരുത് എന്നുള്ള കരുതലിലാണ് ഈ ഒരു കീഴടങ്ങൾ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. മന്ത്രി രാജിവെച്ചത് തന്നെയാണല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻജിയുടെ റെസിഗ്നേഷൻ ലെറ്ററിലും അങ്ങനെ തന്നെ എഴുതി. അദ്ദേഹത്തെ ബഹുമാനിക്കാം. അദ്ദേഹവും യഥാർത്ഥത്തിൽ ഇന്നേക്ക് 30 വർഷം അദ്ദേഹം 30 വർഷം മുമ്പ് ഇതേപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ പോരാടി ഒറീസയിൽ നിന്ന് വലിയൊരു നേതാവായി ഉയർന്നു വന്നതാണ്. അപ്പോൾ ഒരാൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നത് വളരെ പോസിറ്റീവായ കാര്യമാണ്. 2, ഗാന്ധിയൻ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് സോനം വാങ്ചുക് അടക്കം അഭിജിത് ദീപ്കെ അടക്കം പോസിറ്റീവ്ലി ചെയ്തു. ആ റിയ എന്ന് പറയുന്ന കുട്ടി, എനിക്ക് സന്തോഷം തോന്നിയത് യഥാർത്ഥത്തിൽ ജീൻസ് ഇട്ട ഭാരതമാതാവാണ്. ജീൻസ് ഇട്ട ഭാരതമാതാവ് ഒരു പോലീസ് ബസ് തടഞ്ഞു നിർത്തി അതിനുള്ളിൽ ഇല്ലീഗലായി അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളോട് അവിടെ ഇറക്കി പോലീസുകാരോട് അറസ്റ്റ് മെമ്മോ എവിടെന്ന് ചോദിച്ചു. ഇതൊക്കെ പോസിറ്റീവ് അല്ലേ? ഒരുപക്ഷെ ശ്രീ പ്രശാന്ത്ജി അടക്കം അംഗീകരിക്കുന്ന ഒരു പോയിന്റാണ്. ഈ കുട്ടികൾ, പ്രക്ഷോഭം നടത്തുന്ന കുട്ടികളിലെ ബഹുഭൂരിപക്ഷം ഒരു ഹിന്ദു മിഡിൽ ക്ലാസ്സിൽ പെടുന്നതോ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിൽ പെടുന്നതോ കുട്ടികളാണ്. അപ്പൊ അവർ ഒരു പോയിന്റ് റേസ് ചെയ്തു, ആ പോയിന്റ് സത്യമാണെന്ന് പറഞ്ഞു. മോദിജി അടക്കം, അതായത് പ്രക്ഷോഭം കരക്കുമ്പോൾ മോദിജി അടക്കം സെൽഫി വീഡിയോ അടക്കം എടുത്തു തണുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. പ്രശാന്ത് അംഗീകരിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ രാഹുൽ. അതിനുള്ള മറുപടി പ്രശാന്തിന് ഇക്കാര്യങ്ങളോട് സമ്മതമാണോ പ്രശാന്ത്? ഇതിനകത്ത് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെയോ വിദ്യാർത്ഥികളെയോ യാതൊരു തരത്തിലും മോശക്കാരായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തെടുക്കുവാനായിട്ട് പലരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഞാൻ കൂടുതൽ വളച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഒരു പയ്യൻ പോയിട്ട് അവിടെ പോയിട്ട് എന്താ പറയുന്നത്? അവിടെ പോയിട്ട് എന്തൊക്കെ പറയാ, ഈ ലോകത്തിന്റെ അവസാനം പാറ്റകളിലൂടെയാണ്, ഇസ്ലാമിസത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ പല ആളുകളും ഇതിനെ ഹൈജാക്ക് ചെയ്യപ്പെടുവാനായിട്ടുള്ള ശ്രമങ്ങളും ഇതിനകത്തേക്കുണ്ടായിരുന്നു. നമ്മൾ എഗ്രി ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഒരു കാര്യം കൂടെ, അതെന്താ അറിയോ, ശ്രീ പ്രശാന്ത് അടക്കമുള്ള BJP നേതാക്കൾ അത് പറയുമ്പോൾ നമ്മൾ അത് എഗ്രി ചെയ്യണം. എനിക്കറിയില്ല ശ്രീ സത്യൻ സാർ എഗ്രി ചെയ്യുന്നുണ്ട്. കാര്യം അവൻ അവിടെ പോയി മതഭ്രാന്താണ് പറയുന്നത്, യാതൊരു ബന്ധവുമില്ല. ഇമാതിരിയുള്ള ഇഡിയറ്റുകൾ എല്ലായിടത്തും കാണും, മനസ്സിലായി? വിവരക്കേട് പറയുന്നതിനെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പോസിറ്റീവ് സ്പിരിറ്റ് പറയുന്നത് എന്തറിയോ, നമ്മളത് ആക്റ്റീവ്ലി തള്ളി പറയണം. BJPയോടക്കം ഒരുമയുടെ മേഖല കണ്ടെത്തണം. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതുകൊണ്ടല്ലേ ശ്രീ മുരളി മനോഹർ ജോഷി, അതായത് BJPയുടെ സ്ഥാപക നേതാക്കളിൽ ഏറ്റവും ആദരണീയനായ ഐഡിയോലോഗായ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി എത്ര പക്വമായിട്ടാണ് ട്വീറ്റ് ചെയ്തത്. അദ്ദേഹം അതിൽ രാഹുലെ ഇവരൊക്കെ പറയുന്നു ഇപ്പോൾ ഇവിടെ ഹരിയും GV ഹരിയും സിബി സത്യനും
ഒക്കെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ കീഴടങ്ങലാണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലാണ് എന്നൊക്കെയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? താങ്കൾ ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തള്ളിപ്പറയാറില്ലല്ലോ. ഒരു വരി പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഇത് ആരുടെയും തോൽവിയല്ല, എല്ലാവരുടെയും വിജയമാണ്. നമ്മുടെ യുവാക്കൾ എല്ലാവരുടെയും വിജയം എന്ന് അങ്ങനെ പറയാൻ പറ്റും? ഇത് കേന്ദ്ര സർക്കാരിന്റെ പരാജയമാണ്, നരേന്ദ്രമോദിയുടെ പരാജയമാണ് മുട്ടുകുത്തിയിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട, വെള്ളപൂശണ്ട. വിദ്യാർത്ഥികളുടെ സമരത്തിനിടയിലേക്ക് ഇതിനെ ഹൈജാക്ക് ചെയ്യുവാനായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയിരുന്നു. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പഞ്ചാബിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്ന സമയത്ത് അതിനോട് മൗനം അവലംബിക്കുക, തെലങ്കാനയിൽ വരുന്ന സമയത്ത്, കർണാടകയിൽ വരുന്ന സമയത്ത് മൗനം അവലംബിക്കുക. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തെല്ലാം മൗനം അവലംബിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് അതിനെ ഹൈജാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് വിജയിച്ചതാണ് എന്നുള്ള ക്രെഡിറ്റ് വാങ്ങുന്നതിനായിട്ട് രാഹുൽ പറഞ്ഞത് ആരുടെയും വിജയമല്ല, ആരുടെയും പരാജയമല്ല എന്ന് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വളരെ പ്രധാനമായിട്ടും മുദ്രാവാക്യം എന്താണെന്നറിയാം? രാഹുൽ പറയുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു വീഴ്ച പറ്റിയ സമയത്ത് ഈ നീറ്റിന്റെ ചോദ്യപേപ്പർ ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വന്ന സമയത്ത് ഇത് ആദ്യം ഏറ്റെടുത്ത് ഇതിനകത്ത് കെടുകാര്യസ്ഥത ഉള്ളത് കൊണ്ടുമാണല്ലോ ഇപ്പൊ ഞാൻ ഒരു വരി എടുക്കും. അത് ശ്രീ പ്രശാന്ത് ശിവനോടാണ്. ഏറ്റവും കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏതാണെന്നറിയാമോ? വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്, ഇൻകുലാബ് സിന്ദാബാദ്, ജയ് 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 ഭീം. ഈ മുദ്രാവാക്യങ്ങളാ ഏറ്റവും കേൾക്കുന്നത്. ആസാദി ഉണ്ടെന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. ആസാദി മുദ്രാവാക്യവും തള്ളിക്കളയുന്നവരല്ല. ഇവിടെ രാഹുൽ പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ വന്ന ആളുകള് അതിനകത്ത് ഉമർ ഖാൻ ഇതിനെ കുറിച്ചും പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 370 റദ്ദാക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ വിദ്യാർത്ഥികളെ ഹൈജാക്ക് ചെയ്യാതിരിക്കുവാനും വിദ്യാർത്ഥികളുടെ സമരത്തെ വഴിതെറ്റിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൂടെ നമ്മൾ മറന്നു പോകരുത് ഇതിനകത്ത്. പിന്നെ ഇതോടൊപ്പം നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാർ രണ്ടു മൂന്ന് മാസം കേന്ദ്ര സർക്കാർ എവിടെ പോയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടായതും ഇത്രയും വലിയ ജനസി പ്രക്ഷോഭം ഉണ്ടായി, ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രതിബദ്ധതയെ കുറിച്ച് BJP-യുടെ വക്താവ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 2-3 മാസമായിട്ട് ഈ സമരം ഇവിടെ തുടങ്ങിയിട്ട് ഈ 2-3 മാസമായിട്ട് ഈ പ്രതിബദ്ധത എവിടെ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ല നോക്കൂ പ്രശാന്ത്, താങ്കൾ പറയുന്ന സമയത്ത് ഞാനെല്ലാം കേട്ടോണ്ടിരുന്നു. ഇങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബളം വെക്കല്ല. അതുകൊണ്ട് നിശബ്ദനായിട്ട് കേൾക്കാൻ നിങ്ങൾ ആദ്യം തയ്യാറാവും. നിങ്ങൾ ഒരിടത്തും കേൾക്കാൻ തയ്യാറാകാത്തതിന്റെ പ്രതിഫലമാണ് നിങ്ങളുടെ ഇപ്പൊ മന്ത്രി ഇപ്പൊ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ പറയുന്ന കാര്യത്തിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ, വസ്തുതയുണ്ടോ, അതിന് പകരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കഥയുമില്ല. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ആദ്യം കേൾക്കണം. എന്താണ് പ്രതിപക്ഷം പറയുന്നത്? രാജ്യത്ത് ഭരണപക്ഷം മാത്രമല്ല, രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ആ ജനാധിപത്യത്തിന്റെ ഭാഗമായി തെറ്റുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സർക്കാർ ചെയ്യുന്ന കുഴപ്പങ്ങൾ, നിങ്ങളുടെ കെടുകാര്യസ്ഥത, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോ, കുഴപ്പമില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവസാനം ഈ രാജ്യത്തെ ജനങ്ങൾ ഇറങ്ങി നിങ്ങളെ അടക്കം പിടിച്ച് താഴേക്ക് കാതിന് പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി ഇരുത്തും. അത് നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കണം. ആരുടെയും പരാജയമല്ല, ആരുടെയും വിജയവുമല്ല എന്ന് രാഹുൽ പറയുന്നുണ്ടായി. സമ്മതിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം കേൾക്കാൻ തയ്യാറാവും. വർത്തമാനം പ്രസംഗം നടത്താൻ എല്ലാവർക്കും അറിയാം. ആദ്യം എന്താണ് പറയുന്നത് കേൾക്ക്. ആദ്യം എന്താണെന്ന് പറയുന്നത് കേൾക്ക്. കേൾക്കാൻ തയ്യാറാവാം. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ഞാനിതിനകത്ത് 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇത് വിജയവും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്ര സർക്കാരിന്റെ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി രണ്ടാമത്തെ വേറൊരു കേസ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് സോനം വാങ്ചുക് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ്. ലഡാക്കിന്റെ പ്രക്ഷോഭ സമയത്ത് ചൈനീസ് ചാരനാണ് ഈ വാങ്ചുക് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ പ്രചാരണം നടത്തിയവരാണ് BJP.
എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ചൈനീസ് ചാര എന്ന നിലയിൽ മുദ്രകുത്താനും ഒക്കെ ശ്രമം നടത്തുന്നു. അതേ വാങ്ചുക്ക് ഇന്ന് ഈ ലഡാക്കിൽ നിന്ന് ഇത്രയും ദൂരം താണ്ടി ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ ഒരു സമരം നയിച്ച് ഇതേ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് മൂക്കൊണ്ട് ഇണ്ണ വരപ്പിച്ചിരിക്കുകയാണ്. ഇതല്ലേ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിജയം? ഇതല്ലേ ജനങ്ങളുടെ ഏറ്റവും വലിയ വിജയം? ഈ പറഞ്ഞതുപോലെ എത്ര കാലമാണ് ഇവർ ഈ എല്ലാ സമരങ്ങളും വിദേശത്തിന്റെ പണം കൊണ്ടാണ്, എല്ലാ സമരങ്ങളും വിദേശ ശക്തികളുടെ ഇടപെടലാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ എത്ര കാലം ജീവിക്കും? ഇവർ എത്ര കാലം ഈ പറഞ്ഞ ബഹുജന പ്രക്ഷോഭങ്ങളെ കണ്ടില്ലെന്നടിക്കും? ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ സ്വരവും ജനങ്ങളുടെ സ്വരവും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇത് കേൾക്കാതെ മറിച്ച് എല്ലാ സമരങ്ങളെയും സമരം ചെയ്യുന്ന എല്ലാവരെയും അർബൻ നക്സൽ, ഖാലിസ്ഥാനി, മുസ്ലിം ഭീകരവാദി, അഫ്ഗാൻ ഫണ്ട് വാങ്ങിക്കുന്നവൻ, പാകിസ്ഥാൻ ഫണ്ട് വാങ്ങിക്കുന്നവൻ, ചൈനീസ് ചാരൻ, എത്ര കാലം നിങ്ങൾ ഇങ്ങനെ അടിച്ചു നിൽക്കും? ഇപ്പൊ ഇത് വളരെ വലിയൊരു വിജയമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഉണ്ടായിരുന്നുവല്ലോ വിദേശ ഫണ്ടും സ്വദേശ ഫണ്ടും ഒക്കെ. സമരം ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളെയും രാജ്യദ്രോഹികളെന്ന് ആരും പറഞ്ഞിട്ടില്ല. സമരത്തിനകത്ത് കയറി പറ്റിക്കൊണ്ട് ഒമർ ഖാലിദിന് വേണ്ടിയിട്ടും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള അതിനകത്ത് കടന്നുകൂടിക്കൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിച്ച ആളുകളെയാണ് ആക്രമണകാരികളെന്നും അരാജകവാദികളെന്നും പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ സമരത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചൊരു ഭ്രാന്തൻ ആ സമരത്തിനകത്ത് കയറി ചെന്നുകൊണ്ട് എന്തെല്ലാം മതഭ്രാന്താണ് വിളിച്ചു പറഞ്ഞത്. അവനൊരു വിദ്യാർത്ഥി നേതാവായിട്ട് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഞാൻ മാത്രമല്ല അതൊരു ഫെയർ പോയിന്റ് ആണ്. നമ്മൾ എല്ലാം അത് തെള്ളി പറയണം. അത് BJPക്ക് സ്കോറിംഗ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ തെള്ളി പറയാതിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് സത്യൻ സാർ അതിനോട് യോജിക്കുമെന്ന്. നമ്മളത് ആക്റ്റീവ്ലി തെള്ളി പറയണം. കാര്യം അവൻ യഥാർത്ഥത്തിൽ ആ സമരത്തിന്റെ ശോഭ കെടുത്തുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യം കയ്യാമത്ത് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ളവരെയൊക്കെ ചവറ്റുകൊട്ടയിലെറിയണം. ഇവരെ എല്ലാം എല്ലാത്തരം എക്സ്ട്രീമിനെ നമ്മൾ ആക്റ്റീവ്ലി തെള്ളി പറയണം. ആക്രമണകാരികൾ എന്ന് പറഞ്ഞത് ഇവിടെ ഒമർ ഖാലിദിനെ കുറിച്ചും ഹിന്ദുയിസത്തെ കുറിച്ചും ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററിക്കെതിരെ എന്തൊക്കെ അതിനകത്ത് കടന്നു ചെന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ അതിനിടയിൽ നടന്നു. അത് അഭിജിത്ത് ദീപ് കെ ഉൾപ്പെടെയുള്ള ആളുകൾ തുറന്നു പറയേണ്ടതായിട്ട് വന്നു. ഉൾപ്പെടെ പറഞ്ഞു. സമയം കഴിഞ്ഞ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഹുൽ ഗാന്ധിക്ക് ക്രെഡിറ്റ് ഉണ്ടോ? ക്രെഡിറ്റ് ഉണ്ടെന്ന് 59% പ്രേക്ഷകർ, ഇല്ല എന്ന് 39%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.